യെസ് എവിടെയാ ബ്യൂട്ടിഫുൾ ക്യൂട്ട് പ്രറ്റി സ്മൈൽ ഒക്കെ എവിടെ? യെസ് നജ്മൽ, റെയ്ഹാൻ, വേദ. യെസ് എവിടെ? യെസ് എല്ലാവരും സ്ക്രീനിൽ വന്നിട്ട് ഒന്ന് ചിരിച്ചേ, ഞങ്ങൾ കാണട്ടെ. എല്ലാ വിന്നേഴ്സ് ജൂനിയേഴ്സിൻ്റെയും ചിരി കാണട്ടെ. യെസ് അഭിരാമിനെ അഭിനവിനെയൊക്കെ ഞാൻ സംസാരിച്ചതാണ്. ഇപ്പം കുറച്ച് ലോങ് ആയി സംസാരിച്ചിട്ട്. പിന്നെ ആരാണ്? അനാമിക. യെസ് ഹായ് വൈഷ്ണവി. എല്ലാവർക്കും സുഖമാണോ? യെസ് സുഖമാണ്. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സാർ ഒരാളെ വിളിച്ചോട്ടോ. യെസ് ആരാണ് അയാൾ? ആ ഒരു ക്യൂട്ട് കിഡ് ആരാണ്? നാഷ. നൈസ് നെയിം അല്ലേ നാഷ? യെസ് കേൾക്കാത്തൊരു പേര്. നാഷ യെസ് ഹലോ, വേർ ആർ യു ഫ്രം? യെസ് നമ്മുടെ സ്വന്തം മലപ്പുറംകാരിയാണ്. മലപ്പുറം സ്ലാങ്ങിൽ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞേ, കേക്കട്ടെ. ചിരിക്കണം, ഒന്ന് പറഞ്ഞു നോക്ക്, കേക്കട്ടെ, ഞങ്ങൾ കേട്ടോ. അവിടെ ഇജ്ജെന്ന് എവിടെയും പോയില്ല. ഇജ്ജെന്ന് എവിടെ പോയി? ഓ കൊള്ള മലബാറി ഗേൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ നമുക്കൊരു കാസർഗോഡ്കാരനെയോ ഒരു കാസർഗോഡ് ടീമിനാണല്ലോ. യെസ് കാസർഗോഡ് ഗൈസ്, എല്ലാവരും കാസർഗോഡ് ഗൈസ് ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തടാ, കണ്ടേ. യെസ് സാർ വന്നിട്ടുണ്ട് കേട്ടാ. ഏബൽ വർഗീസ് കാസർഗോഡാണോ? ആണെങ്കിലൊന്ന് കൈ വീശിയടാ. അല്ല ഞാൻ കാസർഗോഡൊന്നുമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ആരാണ് കാസർഗോഡ്? ആലിം. ആരാണ്? റോഷൻ മനോജ്. കേക്ക്. അയ്യോ വിളിക്കല്ലേ തിന്നണേ വിളിക്കല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഇന്ന് കാസർഗോഡ് ആരുമില്ല. ആന്റലിൻ അബ്രഹാം. ആന്റലിൻ വിചാരിച്ചില്ലട്ടോ നമ്മൾ വിളിക്കുന്നു. ആന്റലിൻ ഇതാണ് സാർ, നമ്മൾ ആരെങ്കിലും വിളിക്കും അവർക്ക് നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ആന്റലിൻ ഓക്കെ സാർ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ബാക്ക് ടു അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻസ് പഠിച്ചാ, അതായത് 3 ഡിജിറ്റിനെ 3 ഡിജിറ്റ് വെച്ച് 2 ഡിജിറ്റ് വെച്ച് 2 ഡിജിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ച്. ഇതൊക്കെ സെറ്റ് ആണെങ്കിലും ഒന്ന് ഇങ്ങനെ കാണിച്ചേ. യെസ് സെറ്റാണ്. ഓക്കെ, അഭിനവൊക്കെ കാണിക്കുന്നത് ക്യൂട്ടാണല്ലേ ഇതിങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ഡിവിഷനാണ്. ലോങ് ഡിവിഷൻ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവിശേ. യെസ്, ഞങ്ങൾക്ക് ലോങ് ഡിവിഷന്റെ ക്ലാസ് കിട്ടിയാൽ മിസ് ബെറ്റർ ആയിരിക്കുന്നു. സാർ കുറേ പേരുണ്ടല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലോങ് ഡിവിഷൻ ഇവിടെ നിന്ന് സെറ്റായിട്ട് പഠിച്ചിട്ട് പോകാൻ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ തുടങ്ങാം. ഹെഡിങ് കൊടുക്കുക. ബുക്ക് കാണിച്ചാ ആസ് യൂഷ്വൽ ബുക്ക് കാണിച്ചോ. യെസ് ബുക്ക് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ലോങ് ഡിവിഷൻ. ഓക്കെ സാർ, നമുക്ക് കുറച്ച് പേരെയൊക്കെ വേണം. വിളിച്ചോട്ടാ, വിളിച്ചോ. അഭിനവ് സൂരജ്. എടാ ഞാൻ ഹോംവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അഭിനവ് ഹായ്. ഹലോ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എനിക്ക് ഡിവിഷന്റെ കുറച്ച് ആൾക്കാരെയൊക്കെ പറഞ്ഞു തരണം. ഡിവിഷൻസ് ചെയ്യണ സമയത്ത് നമ്മൾ ഇവിടെ ഒരാൾ എടുക്കൂലേ, അയാളുടെ പേരെന്താ? ഡിവൈസർ. വെരി ഗുഡ്. ഐ പുട്ട് ഡി ദർ. ഇതിനെ ഡിവൈസർ എന്ന് വിളിക്കും. ഇയാളുടെ പേരെന്താ? കോഷ്യന്റ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇയാളുടെ പേരെന്താ? റിമൈൻഡർ. ഇനി ആരെങ്കിലും ഉണ്ടോ?
എനിക്ക് ഇത്രയൊക്കെ ഉള്ളു സാർ. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും? നമ്മുടെ അസിയ ഫാത്തിമേനെ വിളിച്ചേ. ഇനി ആരെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്. കുറെ മക്കൾ ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടല്ലേ സർ? ഹാർട്ട് ഫ്രം വിന്നേഴ്സ്. ഓക്കെ, ആ അതന്നെ കറക്റ്റ്, പക്ക കോപ്പി. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഇതില്? നീരജ്. ഓക്കെ അല്ലേ? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. ഓക്കെ അല്ലേ? യെസ്, പെർഫെക്റ്റ്. ഇനി നമ്മൾക്ക് ആദ്യം റിമൈൻഡർ 0 ഒക്കെ വന്ന രീതിയിൽ ലോങ് ഡിവിഷൻ ഒക്കെ പഠിക്കാൻ പോണേണ്. അപ്പൊ ഈ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോ ചിലർക്ക് കോഷ്യന്റ് എന്തുന്നാ ടീച്ചർ എഴുതണ്ടേ, ഇവിടെ എന്തുട്ടാ എഴുതണ്ടേ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷനാണ് അല്ലേ? ആണെങ്കിലും ഒന്ന് കൈവീശേ. ഇവിടെയും ഇവിടേക്ക് എന്തുന്നാ എഴുതണ്ടേന്ന്. ഓക്കെ, അത് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോണേ. ആദ്യം ഞാൻ 1 ഡിജിറ്റ് വെച്ചാണ്ട ചെയ്യണം. 1 ഡിജിറ്റ് വെച്ചിട്ടുള്ള ഡിവിഷനാണ് ആദ്യം ചെയ്യാൻ പോണത്. ഇപ്പൊ ആരും എഴുതണ്ട, എല്ലാരും പെൻ എന്ത് ചെയ്യാം, താഴെ വെക്കാടാ. പെൻ താഴെ വെക്കാം. ഓക്കെ, ശ്രദ്ധിക്കാട്ടാ. ഇപ്പൊ ഞാൻ 8 എന്ന് പറയുന്നൊരു ഡിജിറ്റ് എടുത്തു. ഓക്കെ ആണോ? 8 എന്ന് പറയുന്ന ഡിജിറ്റ് എടുത്തു. ഞാൻ ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോണേണ്. ഏത് വെച്ചാ ഡിവൈഡ് ചെയ്യാൻ പോണത്? 2 വെച്ച്. നിങ്ങൾക്ക് കുറെ പേർക്ക് ആദ്യം ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലൊക്കെ തോന്നും. കാരണം കുറെ പേര് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. ലോങ് ഡിവിഷനൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് പിന്നീട് നിങ്ങൾക്കത് കൺഫ്യൂഷനിലേക്ക് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ബേസോട് കൂടെ പഠിച്ചു പോകാൻ ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് ഈ ഒരു ടേബിളിൽ മൊത്തം ഈ ഒരു ലോങ് ഡിവിഷൻ ചെയ്യാൻ മൊത്തം വേണ്ടത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണെന്നറിയോ? 2ന്റെ മൾട്ടിപ്പിൾ അഥവാ ഡിവൈസറിന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് ഈ ഹോൾ ലോങ് ഡിവിഷൻ ചെയ്യാൻ വേണ്ടത്. ഏതിന്റെ മൾട്ടിപ്പിൾ ആടാ? ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ തംസപ്പ് കാണിച്ചേടാ. ഓക്കെ ആണെങ്കിൽ എടാ ഒന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ആൻലിയ ഒന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലോങ് ഡിവിഷൻ ആണ്. ആദ്യം 1 ഡിജിറ്റ് വെച്ച് ഡിവിഷൻ ചെയ്യാൻ പഠിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം പറയണത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഹോൾ ഡിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എല്ലാരും പറഞ്ഞേ, വേണ്ടത് ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. കണ്ട, എല്ലാരും ഞാൻ പറയണല്ലോ, റിപ്പീറ്റ് ചെയ്യണം. ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമുക്ക് വേണ്ടത്. സെറ്റ് ആണോ? ഓക്കെ. ഇനി കോഷ്യന്റിന്റെ അവിടെ എഴുതേണ്ട എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത്, കോഷ്യന്റ് ആയിട്ട് എപ്പോഴും എഴുതേണ്ടതില്ലേ? ഇപ്പൊ നിങ്ങൾ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇവിടെ എടുക്കേണ്ടത്. 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10, 2 × 6 12. ഇങ്ങനെ നിങ്ങൾ എഴുതണ സമയത്ത് കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത് ആരെയാണെന്ന് അറിയോ? ഈ ടൈംസിനെയാണ് എന്താക്കി എഴുതേണ്ടത്? കോഷ്യന്റ് ആക്കി എഴുതേണ്ടത്. എത്ര ടൈംസ് എന്നുള്ള ഈ ഒരു കാര്യമില്ലേടാ, ഇതിനെയാണ് കോഷ്യന്റ് ആക്കി എഴുതേണ്ടത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിഷയടാ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിഷയം. കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത് ഇപ്പൊ ഈ ടൈംസുകളെ, ഈ മേളിൽ എഴുതേണ്ടത് ഈ ടൈംസുകളെയാണ്. ഇത് ടൈംസ്, ഇത് നമ്പർ, ഇത് പ്രൊഡക്റ്റ്. ഓക്കെ. ഇനി നിങ്ങളുടെയൊക്കെ അടുത്ത ഡൗട്ട്, ടീച്ചർ ഇത് ഇവിടെ എഴുതേണ്ട സാധനം എന്തെന്നാണെന്ന്. ഇവിടെ എഴുതേണ്ടത് നിങ്ങൾ ടൈംസ് ഇവിടെ എഴുതൂലേ? ശ്രദ്ധിച്ചിരിക്കുക. ടൈംസ് എഴുതണ സമയത്ത് അതിന്റെ റിസൾട്ട് ഇല്ലേ, അതാണ് എന്ത് ഇവിടെ എഴുതേണ്ട. ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ എഴുതിയത് നിങ്ങൾക്ക് ഓക്കെ, അതിലേക്ക് വരണ്ട. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടു പോകാം. ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഈ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? ദെൻ നമ്മ ഇത് മൈനസ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് വന്നേന്നൊക്കെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നു, കേട്ടിരുന്നോ കേട്ടോ? നമ്മ ആദ്യം 8 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് എടുക്കാം. 8 എന്ന് പറഞ്ഞ ഡിജിറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മ ഇവിടെ എഴുതേണ്ട സംഖ്യ ഒന്നില്ലെങ്കിൽ 8 ആയിരിക്കണം, അല്ലെങ്കിൽ 8ന് എന്തായിരിക്കണം? താഴെ ആയിരിക്കണം. യെസ്, താഴെ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ ഈക്വൽ ടു 8 ആയിരിക്കണം, അല്ലെങ്കിൽ 8നേക്കാൾ എന്തായിരിക്കണോടാ? ചെറുതായിരിക്കണം.
ലെസ്സർ ദാൻ 8 ആയിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു തരട്ടെ. ഇതിൽ 8 വന്നിട്ടുണ്ടോ നോക്കാം. ഈ പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെ എഴുതേണ്ടത് മൊത്തം ഈ ആൻസർ ആയിട്ട് വന്ന സാധനങ്ങളാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ 8 ഇതിൽ വന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ തംസപ്പ് കാണിച്ചേടാ, ഉണ്ടെങ്കിൽ തംസപ്പ് കാണിച്ച്. ഓക്കെ, 8 ഉണ്ട്. ഇനി നമുക്ക് ആദ്യം കോഷ്യന്റ് എഴുതണ്ടേ. കോഷ്യന്റ് ഞാൻ എന്ത് എഴുതാനാ പറഞ്ഞത്? കോഷ്യന്റ് എന്ത് എഴുതാനാ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞേ, ടൈംസ് എഴുതാനല്ലേ പറഞ്ഞത്. അപ്പൊ 8ന്റെ അവിടെ എത്ര ടൈംസാ കിടക്കണ? ആക്ഷൻ കാണിച്ചേ, എല്ലാവരും കൈവച്ച ആക്ഷൻ കാണിച്ചേ. യെസ്, 4. അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് ചെയ്യാ? ആ ആൻസർ എത്ര ടൈംസ് 2 × 4 എത്രയാണെന്നുള്ള ആൻസർ എന്ത് ചെയ്യാ? ഇവിടെ എഴുതാം. ഓക്കെ ആണെങ്കിൽ കൈവീശം, ഓക്കെ ആണെങ്കിൽ കൈവീശം. ഇനി ഇവര് തമ്മിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മൈനസ് സബ്സ്ട്രാക്ഷൻ ചെയ്യണം. ഇവർ തമ്മിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ആക്ഷൻ കാണിച്ച്. മൈനസ് ചെയ്യണം, സബ്സ്ട്രാക്ഷൻ ചെയ്യണം. 8 - 8 ആൻസർ കാണിച്ചോ? 0. നമ്മൾ അൾട്ടിമേറ്റ് എയിം റിമൈൻഡർ 0 ആയിരിക്കണം. അൾട്ടിമേറ്റ് എയിം എല്ലാവരും പറഞ്ഞേ, റിമൈൻഡർ 0 ആയിരിക്കണം. ആയെങ്കിലും ഒന്ന് കൈവീശിയടാ, ആയെങ്കിലും ഒന്ന് കൈവീശിയേ. അപ്പൊ നമുക്ക് പറയാം 8 ÷ 2 is കോഷ്യന്റ് ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ആൻസർ ആയിട്ട് എഴുതേണ്ടത് എന്താണ് മക്കളെ? കോഷ്യന്റ് ആണ്. ആൻസർ ആയിട്ട് എഴുതേണ്ടത് കോഷ്യന്റ് ആണ്. ആൻസർ ആയിട്ട് എഴുതേണ്ടത് കോഷ്യന്റ് ആണ്. ഇത്രയുള്ള സംഭവം നിങ്ങൾ നോക്കേണ്ടത്. ഇത്രയും നോക്കിയാൽ മതി. ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി വെക്കാം. ഓക്കെ ആണോ? എന്നിട്ട് ഈ ഉള്ളി കിടക്കുന്ന ഈ നമ്പറിന് ഒന്നില്ലെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ അതിന് താഴെ, ഒരിക്കലും അതിന് മേലെ പോകാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഈക്വൽ ടു ഓർ ലെസ്സർ ദാൻ ഈ നമ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട് ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഉണ്ട് 8. എന്നിട്ട് നോക്കാം അത് എത്ര ടൈംസ് ആണെന്ന് നോക്കാം. നോക്കിയപ്പോൾ 4 ടൈംസ്. ആ 4 എവിടെ ചെയ്താ? കോഷ്യന്റിന്റെ അവിടെ ചെയ്താ. ആ 4 എവിടെ ചെയ്താ? കോഷ്യന്റിന്റെ അവിടെ ചെയ്താ. ദെൻ ഇത് തമ്മിൽ എന്ത് ചെയ്യാടാ? മൈനസ് ചെയ്യാം. എന്ത് ചെയ്യാ? മൈനസ് ചെയ്യാം. അൾട്ടിമേറ്റ് എയിമസ് നമുക്ക് 4 കിട്ടും. അൾട്ടിമേറ്റ് എയിമസ് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. ഇനി ഇവിടുത്തെ കോഷ്യന്റ് ആണ് എന്ത് മക്കളെ? ആൻസർ. കോഷ്യന്റ് ആണ് ആൻസർ. ഇത് ഓക്കെ ആണെങ്കിൽ എല്ലാവരും കൈവീശം. ഓക്കെ ആണോ സർ? അപ്പം അങ്ങനെയാണെങ്കിൽ മക്കൾ ഇതൊന്ന് ആദ്യം എഴുതിയെടുത്തേടാ. ഇതൊന്ന് ഈ ബോക്സ് ഒന്ന് ആദ്യം എഴുതിയെടുത്തേ. റൈറ്റ് ഡിവൈസേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് വേണമെങ്കിൽ എഴുതാം. റൈറ്റ് ഡിവൈസേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സെക്കൻഡ് തിങ് ഇസ് കോഷ്യന്റ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ടൈംസ് ആണ് എഴുതേണ്ടത്. കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത് എന്താണ്? ടൈംസ് ആണ്. എടാ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ മിക്കതിനും ടേബിൾ എഴുതി വെച്ചാൽ കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പമായിരിക്കും, വലിയ വലിയ കണക്കൊക്കെ വരും. അല്ല നിങ്ങൾക്ക് സാധാരണ രീതിയിൽ അറിയുന്നവരാണ്, ഇപ്പൊ 2ന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണവരാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആൻസർ എന്താണെന്ന് വെച്ചാൽ കോഷ്യന്റ് ആണ് എന്താണോ അതാണ് അതിന്റെ ആൻസർ. ഇത് എഴുതിയിട്ട് ഈ എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാട്ടാ. ഇത് എഴുതിയിട്ട് ഈ എക്സാമ്പിൾ ഒന്ന് എല്ലാ മക്കളും എഴുതാട്ടാ. നമ്മ ഇന്ന് 4 ഡിജിറ്റ് വരെയും ചെയ്യാൻ പഠിക്കും കേട്ടോ. 4 ഡിജിറ്റ് വരെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് ആണ് ഇന്ന് പഠിച്ചേക്കണത്. ഇനി 4 ഡിജിറ്റ് വരേണ്ട പഠിക്കാം. ഓക്കെ സാർ, ഒരാളെ വിളിച്ചോട്ടാ. സജ. ഹലോ സജ. എവിടെ സർ സജ? ഹലോ. എടാ നിനക്കില്ലേ ഒരു അൺമ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലേ ഇപ്പൊ? അതൊന്ന് യെസ്. ഹലോ സജ, എവിടെ നിന്നാടാ? വേർ ആർ യു ഫ്രം? യെസ്, കണ്ണൂർക്കാരിയാണ് സർ. യെസ്, കാസർഗോഡ്. കണ്ണൂർ സ്ലാങ്ങില് ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞേ. കിട്ടും, വരട്ടെ. കിട്ടോല? കിട്ടണില്ലേ? നീ മാത്സ് പഠിച്ചീനാ? ചിന ഓക്കെ, കഴിച്ചീനാ അങ്ങനെയല്ലോ ചോദിക്കാ നിങ്ങ. കണ്ടാന്ന് ചോദിക്കണം. എങ്ങനെയാണ്?
കണ്ടു. ഇതെന്താ ചോദിക്കാ? കഴിച്ചിനാ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എഴുതിയാ ഇത്? എഴുതിനാ? ഞാൻ ചോദിച്ചൊരു പാണ്ടിക്കാർ, തൃശ്ശൂർ സ്ലാങ് കണ്ണൂരൊക്കെ ചേർന്നു. ഓക്കെ, എഴുതിയാ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ സാർ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ചൊണക്കുട്ടന്മാരെ വേണോട്ടിന്. കുട്ടന്മാർ ഓർ കുട്ടിമാർ? അല്ല, കുട്ടിമാരല്ല, ഗേൾസ് ഓർ ബോയ്സ്? ഓക്കെ, ആരാണ് സാർ അത്? 2 പേരുണ്ട്. അവരോട് അന്വേഷിക്കാല്ല ആര് വേണോ. ആഹിത്. യെസ്. എന്താണ് ആഹിത്, വെക്കേഷൻ ആയിട്ട് ഇന്ന് എന്തായിരുന്നു പരിപാടി? ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഫോണിൽ കളിച്ചില്ലേ? നോക്കി 2-3 മണിക്കൂറൊക്കെ ഫോണിലിരുന്നല്ലേ? എന്താണ് 1 മണിക്കൂർ ഫോണിലിരുന്നു സാർ? എന്താണ് നമുക്ക് ആഹിത്തിന് കൊടുക്കാനുള്ള പണിഷ്മെന്റ്? നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ആയിട്ട് പോരെ 1 മണിക്കൂറൊക്കെ ഫോണില്? കുറച്ചും കൂടെ ലെവലപ്പായിട്ട്. പനിയായിരുന്നു. തൃശ്ശൂരാ? സ്ലാങ് കേട്ടെന്നൊക്കെ അറിയൂലേ? അതന്നെ, എന്തുട്ടാ ഗടിയേ നീ തൃശ്ശൂര് സ്ലാങ്ങില് പറഞ്ഞേ? ഓക്കെ, പറഞ്ഞ പോരട്ടെ. എന്തുട്ര ഗടിയേ? അതന്നെ, എന്തുട്ര ഗടിയേ? ഓക്കെ ഗടിയേ, ഞാനിവിടെ ഏത് നമ്പർ എഴുതണോന്നാ നീ പറയണേ? ഒരു 1 ഡിജിറ്റ് നമ്പർ പറഞ്ഞോ. ഓക്കെ, ഞാൻ എഴുതട്ടെ ഒരെണ്ണം. 4 എഴുതി. ഇനി നീ പറ ഇവിടെ എന്ത് എഴുതണോ? ഓക്കെ ആണോ? ഞാൻ 2ന്റെ ടേബിൾ എഴുതാൻ പോണേട്ടാ. ഇപ്പൊ ഞാൻ ഇവിടം വരെ 4 വരെ ഉള്ളതുകൊണ്ട് ഞാൻ 6 വരെയൊക്കെ എഴുതണുള്ളൂ, പോരെ? ഇനി ആദ്യത്തെ ടാസ്ക് എന്താ നമ്മുടെ? ഇത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ 4നോട് ഈക്വൽ ടു അല്ലെ ലെസ്സർ ദാൻ ആയിട്ടുള്ള ഒരു നമ്പർ അല്ലേ ഇവിടെ നിന്ന് നമ്മ കണ്ടുപിടിക്കേണ്ടത്? ഈ ഇവിടെ എഴുതണ നമ്പർ ഒന്നില്ലേ 4നോട് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ 4 കുറവായിരിക്കണ്ടേ? ഇതിലേതെടുക്ക? ഇവിടെ ഇല്ലേ 4 എന്ന് പറഞ്ഞ? അപ്പൊ ഈ ടൈംസ് അല്ലേ നമുക്ക് കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത്? എത്ര ടൈംസ് ആണ്? അപ്പൊ 2 ഇവിടെ എഴുതിയിട്ട് 4 ഇവിടെ എഴുതാല. ഇനി വരെ ഞാൻ എന്താ ചെയ്യണ്ടേ? മൈനസ് ചെയ്യുമ്പോ 0 കിട്ടിയാ? ഇത്രയല്ലേ ഉള്ളൂ? സെറ്റ് അല്ലേ? ഓക്കെ ഗടിയേ, അവൻ്റെ അടുത്ത് ഇത്തിരി നേരം സംസാരിച്ചിരുന്ന നമുക്ക് തൃശ്ശൂർ. ഓക്കെ, എഴുതാട്ടോ. അങ്ങനെയാണെങ്കിൽ സാർ നമുക്കൊരു ആളെ വേണം കേട്ടോ. യെസ്, ഇന്ത്യ അല്ല, ഏഷ്യ അല്ല, അല്ല ഏഷ്യ ആയിരിക്കും അല്ലേ? ആരാണ് നീ? ആരാണ് സാർ അത്? ഹെലൻ ആൻഡോ. ഹെലൻ, യെസ്. Where are you from, girl? നാട്ടില് തൃശ്ശൂര്, പുറത്ത് കുവൈറ്റിൽ. ഓക്കെ, ഓക്കേടാ. കുവൈറ്റിൽ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ? സുഖം. ഓക്കെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? കൈ നിറയെ എന്ത് കൊണ്ടുവരും? എന്തുവാ കൊണ്ടുവരും നോക്കട്ടെ സാർ. എന്താണ്? മനസ്സുണ്ട് സാർ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ തോന്നല്ല. മോന് ഇങ്ങോട്ടൊന്നും വരണ്ട, ഇങ്ങോട്ട് വന്നാ വെട്ടിക്കഥം. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം.
നമ്മ ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണ്ടേ? വിഷ്ണുപ്രിയ, നെക്സ്റ്റ് ഇസ് യു. ഓക്കെ, എഴുതിക്കോ. ഓക്കെ, ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമ്മ ഇവിടെ എഴുതണ്ടേ? ഡിവൈസർ ഏതാണോ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. യെസ്, 3 into 1 is 3, 3 into 2 is 6, 3 into 3 is 9. കാരണം ഇവിടെ 7 ആണ്, അപ്പൊ നമുക്ക് 9 വരെ എഴുതിയാ പോരെ? ഓക്കെ, മതി. ഇനി നമ്മൾ അടുത്തത് കോഷ്യന്റ് എന്ത് എഴുതുന്നു ചെക്ക് ചെയ്യാൻ പോണേണ്. കോഷ്യന്റ് എന്ത് ചെയ്യുന്നു ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോടാ? ഇതില് 7 ഉണ്ടോ നോക്കണം. 7 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 7ല് കുറഞ്ഞത് നോക്കണം. 7ൽ കുറഞ്ഞ ഏതായുള്ള 6 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ 2 ഇവിടെ എഴുതാലോ. ടൈംസ് എത്ര ടൈംസ് ആണെന്നുള്ളതാണ് കോഷ്യന്റ് എഴുതേണ്ടത്. യെസ്, ആൻസർ 6 ഇവിടെ എഴുതാം. ദെൻ ഇതെന്താ നമ്മൾ ചെയ്യണ്ടേ? -7 - 6 is 1. ഇനി റിമൈൻഡർ 1 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ് ഇട്ടൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് പോയിന്റ് ഒക്കെ ഇട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? യെസ്, ഇവിടെ പോയിന്റ് ഇട്ട. അപ്പൊ നിങ്ങൾ ഈ റിമൈൻഡർ എന്താക്കാം? 1 ആക്കാം. സെറ്റ് അല്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ നമ്മുടെ വിഷ്ണുപ്രിയ കൊച്ചിനെ വിളിച്ച ഇങ്ങനെയൊക്കെ. ഹലോ വിഷ്ണുപ്രിയ. ഹലോ, എവിടെയാണിത്? വീട്ടില്. എന്നിട്ട് എവിടെയാണ്? നാടെവിടെയാണ്? സ്ഥലം എവിടെയാ? കൊരട്ടിയിലാണോ? ഓക്കെ ഓക്കെ. ഞങ്ങൾ അവിടെ കൊരട്ടിയില് അടുത്തൊരു പള്ളിയിലൊക്കെ പെരുന്നാളിന് വരാറുണ്ട്. കൊരട്ടിപ്പള്ളിയില്. എന്നിട്ട് എന്തൊക്കെയുണ്ട് വെക്കേഷനായിട്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഒറ്റക്കിട്ടാണോ? ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട്? ഒരു ചേട്ടനുണ്ട്. എന്തോ മറ്റേ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്താണ്? 10ല്. വിന്യാസിലുണ്ടാ? അത് മോശം സാറേ, അത് മോശമായി. വിന്നേഴ്സിലില്ലെന്ന്. എന്നാലും ഞങ്ങക്ക് അങ്ങനെ ഇരുന്നില്ല. ഞങ്ങക്ക് വിന്നേഴ്സിലൊക്കെ വേണ്ടേ? നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ സംസാരിക്കാനല്ലേ അല്ലേ വിഷ്ണുപ്രിയയുടെ ചേട്ടനോട്? 10ാം ക്ലാസ് ആണ്. ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങോട്ട് കേറിക്കോളാൻ പറ. ഓക്കേടാ? ഓക്കെ. തല്ലുപിടിക്കാറുണ്ടോ നിങ്ങൾ രണ്ടുപേരും? നല്ല കുട്ടികളാ. അമ്മ പോകുമ്പോ ചെലപ്പോ കസേരക്കിട്ടടി നിക്കാം. ഓക്കെ, ചേട്ടൻ പറഞ്ഞു പഠിപ്പിച്ചാടാ? അത് ഏയില് തരല്ല. ഓക്കെ, എഴുതിയാ? ഓക്കേടാ, വെരി ഗുഡ് വെരി ഗുഡ്. എടാ ഓക്കേടാ. ഓക്കെ, ഇത് നമ്മൾ റിമൈൻഡർ നിർത്തി. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് മക്കൾ പറഞ്ഞു ടീച്ചറിനെ ഞങ്ങൾക്ക് റിമൈൻഡർ കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടാ, ഇത് റിമൈൻഡർ കഴിഞ്ഞതിന്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് അറിയോ? അറിയോ? യെസ്, അറിയണം. കുറേ മക്കളുണ്ട്. ഓക്കെ ഓക്കെ. റിമൈൻഡർ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതേ ഇത് ഇത്രേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല. ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്തിട്ട് കൊടുക്കുക? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യുക? 0 ഇറക്കി എഴുതാ. പോയിന്റും 0യും ഒരുമിച്ച് നടക്കണം. എന്തടക്കണം? ഒരുമിച്ച് നടക്കണം. പോയിന്റ് ഇടാ, 0 എഴുതാ. ഓക്കെ ആണോ? പോയിന്റ് ഇടാ, 0 എഴുതാ. എല്ലാവരും പറഞ്ഞേ, പോയിന്റ് ഇടാ, 0 എഴുതാ. പോയിന്റ് ഇടാ, 0 എഴുതാ. പോയിന്റ് ഇടാ, 0 എഴുതാ. വേടന്റെ റാപ്പോലെ ഇരിപ്പണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് സെയിം തിങ് ചെയ്യാം. 3ന്റെ ടേബിളിൽ 10 ഉണ്ടോ നോക്കാം. 3ന്റെ ടേബിളിൽ 3 × 4 12. 10 ഉണ്ടാ? ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഇല്ല. 10ന് താഴെ ഉണ്ടാ? ഇല്ലേ? 9 ഉണ്ട്. എത്ര ടൈംസ് ആണ്? എത്ര ടൈംസാ? 3 ടൈംസ്. കോഷ്യന്റ് എന്ന് പറഞ്ഞ ടൈംസ് അല്ല എഴുതേണ്ടത്. 3 ആൻസർ ഇവിടെ എഴുതാം. വീണ്ടും ക്യാൻസൽ ചെയ്ത് എഴുത്. 1 ആണ്, 1 പോകൂല. പോയിന്റ് ഇട്ടൊക്കെ എഴുതും. നിങ്ങൾക്ക് ഇത് ഇത്രയും നിർത്തിയാൽ മതി. എൻ്റെ മക്കളിപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ശരിക്കും ഈ ലെവലിലേക്ക് പഠിക്കണം എന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഡിവിഷൻ ചെയ്യാൻ പഠിച്ചാൽ മതി. ആൻസറിനേക്കാൾ പ്രധാനം
നിങ്ങൾ എങ്ങനെയാണ് ഡിവിഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് എടുത്തത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ചു. ഓക്കെ ആണെങ്കിൽ സാർ എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തു നിന്ന് ഞാനൊരു ഹോംവർക്ക് തരാം, എല്ലാവരും ചെയ്യണം കേട്ടോ. ഈ ഭാഗത്തു നിന്നൊരു ഹോംവർക്ക് തരാം, എല്ലാവരും ഹോംവർക്കായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഡിജിറ്റ്സിലേക്ക് പോവാം. 2 ഡിജിറ്റിലേക്ക് പോകാൻ പോവാണ്. 2 ഡിജിറ്റിലേക്ക് പോകാൻ പോണേ കേട്ടോ. ഡിവൈസർ ഇപ്പോഴും 1 ഡിജിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഡിവൈസർ 1 ഡിജിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ ഡിവൈസർ 1 ഡിജിറ്റ് തന്നെ ആയിരിക്കും. നമ്മൾ നമ്പർ 2 ഡിജിറ്റ് ആക്കാൻ പോണെന്നുള്ളൂ കേട്ടോ. ഓക്കെ. ഓക്കെ, ഒരു 2 ഡിജിറ്റ് നമ്പർ ഞാൻ എഴുതാൻ പോവാണ്. 24. ഞാൻ 1 ഡിജിറ്റ് 2 തന്നെ എടുത്തിട്ടാ. 1 ഡിജിറ്റ് ഞാൻ 2 തന്നെ എടുത്തിട്ടാ. നമ്മൾ ഇനി എന്ത് ചെയ്യാ, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാം. ഇപ്പൊ നമുക്ക് 2 × 6 12 ഒക്കെ എല്ലാവർക്കും അറിയാലോ. അത് തുടങ്ങി എഴുതിയാൽ മതി, കാരണം നമുക്ക് 24 ആണ് വേണ്ടത്. 24 എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 × 8 is 16, 2 × 9 is വേണ്ട. ഇതിനേലും എളുപ്പമൊഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 × 10 20 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്ക് 24 ആണ് കയ്യിലിരിക്കണത്. അപ്പൊ നിങ്ങൾ എവിടെ മുതൽ എഴുതിയാൽ മതി, 24 20, അതായത് 10 കിട്ടണ രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് 2 × 11 is 22, 2 × 12 is 24, 2 × 13 is 26. ഓക്കെ, ഇവിടം വരെയൊക്കെ എഴുതിയാൽ മതി. ഇനി നമുക്ക് നോക്കാം, 24 ഇതിലുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. 24 ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. യെസ്, 24 ഉണ്ട്. അപ്പൊ അത് എത്ര ടൈംസ് ആണെന്ന് നോക്കാം. ടൈംസ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് എത്ര ടൈംസാ? 12 ടൈംസ്. കോഷ്യന്റ് എന്ത് ചെയ്താ? 12 എഴുതാ. ആൻസർ 24 ഇവിടെ എഴുതാ. ദെൻ നമുക്ക് കിട്ടി 24 ഡിവൈഡഡ് ബൈ 2 is 12. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ചേടാ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ചേ. ഓക്കെ ആണോ സാർ? മുഹമ്മദ് സാലിൽ എന്ന് വിളിച്ച സാർ. മുഹമ്മദ് സാലിൽ. സലിൽ ആരോ? സലിൽ. യെസ്, മുഹമ്മദ് സലിൽ. ടെൻ വരെയാണ് നിങ്ങൾ പഠിച്ചതെന്നല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയൂലേ? ഇങ്ങനെ ചെയ്യാൻ അറിയാലോ. നമ്മൾ ഇന്നലെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചത് ആ രീതിയിൽ. 2 × 2 എത്രയാ? 2 × 1 ഓക്കെ അല്ലേ? അങ്ങനെ എടുത്താലോ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ഞാൻ എഴുതിയപ്പോൾ കുറച്ച് പാടായിട്ട് നിങ്ങൾക്ക് തോന്നും. എൻ്റെ മുഹമ്മദ് സലീൽ പറഞ്ഞ സാറേ നമ്മൾ അതിനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കുറച്ച് ഞാൻ 8ാം ക്ലാസ്സിലെ CBSE ലെവലിലേക്ക് പോയല്ലേ. നമുക്ക് 8ാം ക്ലാസ് ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ കിഡ്സിനെ ആദ്യം പരിഗണിച്ചിട്ട് മതി. സലീലെ ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ? സലീൽ ഇതേ സാധനം ശ്രദ്ധിച്ചിരുന്നോ? സലീൽ ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 2 × 1 is 2, 2 × 2 is 4, 2 × 3 is 6, 2 × 4 is 8. ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമ്മളേ ഇങ്ങനെ 2 ഡിജിറ്റ് ഒക്കെ വരുമ്പോഴേ ആദ്യത്തെ നമ്പർ 2 മൾട്ടിപ്ലിക്കേഷനിൽ വരുമോ നോക്കാം. ഓരോ നമ്പർ എടുത്ത് നോക്കാം. എന്താണ് എല്ലാവരും പറഞ്ഞേ? ഓരോ നമ്പർ എടുത്ത് നോക്കാം. ഓരോ നമ്പർ എടുത്ത് നോക്കാം. 2 വരുമെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുമെങ്കിൽ യെസ് വരും. അത് എത്ര ടൈംസ് ആണ്? എല്ലാവരും കൈവച്ച് ആക്ഷൻ കാണിച്ചേ. 1 ടൈംസ്. 1 കോഷ്യന്റ് ആക്കി എഴുതാ. ആൻസർ 2 ഇവിടെ എഴുതാം. 2 - 2 എത്രയാണ് ആൻസർ? 0. ഈ 4ന് എന്ത് ചെയ്യാം മക്കളെ? അങ്ങനെ തന്നെ ഇറക്കി എഴുതാം. ഡൺ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. ഡൺ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. യെസ്. ഇനി 4 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടാവും നോക്കാം. ഉണ്ടല്ലോ, ഉണ്ട്. എത്ര ടൈംസ് ആണ് ആക്ഷൻ കാണിച്ച്? 2 ടൈംസ്. 2 എഴുതാ. ദെൻ എന്ത് ചെയ്യാ? 4 ഇറക്കി എഴുതാം. 4 - 4 is 0. ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് തന്നേടാ. ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് തന്നെ.
ഓക്കെ, ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. 1 സ്റ്റെപ്പിൽ ഫോളോ ചെയ്യണമെന്നില്ല, ഇങ്ങനെ 2 സ്റ്റെപ്പിലായാലും ഇത് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല, നിങ്ങൾ ഓരോ ഡിജിറ്റ് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 54 ഡിവൈഡഡ് ബൈ 3 ചെയ്യാൻ. സാർ ആരാണ് വരുന്നത്? റോഷൻ. ഹായ് റോഷൻ. ഹലോ. റോഷന്റെ ഹലോ എന്ത് സ്വീറ്റ് ആണല്ലേ. യെസ് റോഷൻ, നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലോ? ഓ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് എഴുതിയാലോ? 3 into 1 is 3. പറഞ്ഞോ. 6. Yes. 9. Yes. 12. Yes. 14. Yes. 18. Yes. 21. Yes. 24. Yes. 27. ഓക്കെ, ഇത്ര മതി. മതി. ഓക്കെ, മതി മതി മതി. നമുക്കപ്പോ നമ്മുടെ അനിയന്മാരൊക്കെ ഉള്ളതുകൊണ്ടേ റോഷൻ എത്രയിലാണ്? എത്രയാണ് സാർ? 8th. ഓക്കെ, നമ്മുടെ ചെറിയ കിഡ്സ് ഉണ്ട്. ചെറിയ കിഡ്സിന് ചെയ്യാൻ നമുക്ക് 2 സ്റ്റെപ്പിൽ ചെയ്യാലോ? ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് നോക്കാം. 5 3ന്റെ ടേബിളിൽ പോണുണ്ടോ? ഇല്ല. അപ്പൊ അതിന് താഴെയുള്ളത് നമുക്ക് വേണ്ടേ? താഴെ ആര് മാത്രമേ ഉള്ളൂ നമ്മുടെ 3. എത്ര ടൈംസാ? 1 ടൈം. കോഷ്യന്റ് അല്ലേ നമ്മൾ ഇവിടെ എഴുതേണ്ടത്? അതെ. അതിന്റെ ആൻസർ ഇവിടെ എഴുതാലോ? എഴുതി. ഇനി ഇതെന്താ ചെയ്യണ്ടേ നമ്മ? മൈനസ് ചെയ്യണം. 5 - 3 is 2. 5ന്ന് 3 പോയ 2 കേട്ടോ. ഇനി 4 എന്ത് ചെയ്യാ? 2 പോകോടാ. 2 3ന്റെ ടേബിളിൽ പോകൂല. അപ്പൊ നമുക്ക് ഈ 4ന് എന്ത് ചെയ്യാ? താഴേക്ക് ഇറക്കി ചെയ്ത. ഇനി അടുത്ത ടാസ്ക് 24 പോണുണ്ടോ 3ന്റെ ടേബിളില്? പോകും. എത്ര ടൈംസ് പോവാടാ? 8 ടൈംസ്. കോഷ്യന്റ് ആക്കി ടൈംസ് എഴുതാ, ആൻസർ ഇവിടെ എഴുതാം. 24 - 24 is 0. അപ്പൊ 54 by 3 is 18. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, എല്ലാവരും എഴുതാട്ടാടാ. ഓക്കെ സാർ, അവർക്ക് ഡാൻസ് ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഡാൻസ് ടൈം, വർക്കൗട്ട് ടൈം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 1 ഡിജിറ്റും 2 ഡിജിറ്റ് ഒക്കെ ചെയ്യണതിന് ഡൗട്ട് മാറിയെങ്കിലും ഒരു ഹാർട്ട് തന്നെ. ഡൗട്ടൊക്കെ മാറിയെങ്കിലും ഒരു ഹാർട്ട് തന്നെ. നെഹമി ജോൺ സാർ, നെഹമീന്ന് വിളിച്ചേ. ഹലോ. യെസ്, ഡൗട്ടൊക്കെ മാറിയാ? എന്നാ ഒരു ഹാർട്ട് തന്നെ. യെസ്, സ്ഥലം എവിടെയാണ് നെഹമിയുടെ? പത്തനംതിട്ട. ഓക്കെ. നെഹമി സിക്ക് പേരുന്നു സാർ. ഹാർട്ട് തരാൻ പറമ്പ കണ്ടത് ഇങ്ങനെയൊക്കെ. ഞാൻ തരൂലെന്ന് ഒരു ചിരിച്ചേ ഞങ്ങളെ നോക്കി. പിന്നെ എല്ലാരും ഒന്ന് കാണണ്ടേ? അതൊന്ന് നല്ലോണം ഒന്ന് ചിരിച്ചേ. ചിരിക്ക്. അയ്യോ, നാണായി പോയി. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഒരു ഹോംവർക്ക് എഴുതിയടാ. എല്ലാ കിഡ്സും ഒരു ഹോംവർക്ക് എഴുതാ. 72 division 2 ഹോംവർക്ക് ആണ് കേട്ടോ. 72 division 2. നമ്മ ഇന്ന് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എഴുതി കഴിഞ്ഞവരാണെങ്കിൽ ചാടി എഴുതിക്കാടാ. നമ്മുടെ വർക്കൗട്ട് ടൈമൊക്കെ ആയിട്ടുണ്ട്. ഹോംവർക്ക് 72 division 2 ആണ് കേട്ടോ. അതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിച്ചതിനല്ലേ സാർ? ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്. ഫാസ്റ്റ്. നിങ്ങൾ ഇങ്ങനെയില്ലേ ഫ്രീ ടൈമിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ മാത്സ് ഇങ്ങനത്തെ ഓരോ പ്രോബ്ലങ്ങളൊക്കെ എടുത്ത് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മാത്സിലെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ കൂടും. പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തൊന്നും ചെയ്യരുത് കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്പീഡൊക്കെ പോകും. ബി എ ഹ്യൂമൻ കാൽക്കുലേറ്റർ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും സീറ്റിൽ നിന്ന് എണീറ്റാടാ. സീറ്റിൽ നിന്ന് എല്ലാവരും എണീക്കാടാ. ഓക്കെ,
സ്റ്റെപ്പ് അടിച്ചു തരട്ടെ സാർ? എല്ലാവരും എണീറ്റിട്ടില്ലേ? നാഷ്മ എല്ലാവരും എണീക്ക്. യെസ്, വെരി ഗുഡ്. ഓക്കെ, എണീറ്റിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ടാ ഇതിങ്ങനെ 1 2 3 4 കാണിച്ചേ. 1 2 3 4 5 6 7 8. ഓക്കെ ആണോ? 1 2 3 4 5 6 7 8. ഓക്കെ അല്ലേ? അഭിരാമക്ക് ഇങ്ങനെ സാറേ എങ്ങനെ? അഭിരത് ഒരു സ്റ്റെപ്പ് കാണിച്ചു തന്നെ. മൂന്നാമത്തെ സ്റ്റെപ്പ് അതന്നെ ഇല്ല. യെസ്, ഒരു സ്റ്റെപ്പ് കാണിച്ചു തന്നെ. ഞങ്ങൾ ഈ 2 സ്റ്റെപ്പ് എടുത്ത് ബാക്കി കാണിക്കോ ഞാൻ വേഗം കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ കാണിക്കട്ടെ. ആരോ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ആരോൺ. യെസ്, ഇതിങ്ങനെ കേട്ടോ. ഓക്കെ, ആദ്യം 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7. ഓക്കെ സാർ, സെറ്റാണ് എല്ലാവരും. ആ ഓക്കെ, പാട്ട് കേട്ടോ. താഴെ ആ ആരാണ്? ബിലാൽ ജാസിം. ബിലാൽ വിളിച്ചേ സാർ. ബിലാൽ. യെസ്, വേർ ആർ യു ഫ്രം? എഡ്ഗെയിൻ മലപ്പുറത്ത് നിന്നാണ് സാർ. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കണം അവിടെ? ഓക്കെ, യു എ ഇപ്പൊ അവിടെ സെറ്റിൽ ഡൗൺ ആണോ അല്ലെങ്കിൽ വെക്കേഷൻ? ഓക്കെ, സെറ്റിൽ. ഓക്കെ, യു എയിൽ ഏത് സ്കൂളിലാണ്? ഏതാണ്? ഓക്കെ ഓക്കെ, ആ സ്കൂളിൽ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ സാർ? നോ, ഇല്ല. ഓക്കെ, അപ്പൊ അത് യു എയിൽ നിന്നാണ് നമ്മൾ ഒരാളെ പരിചയപ്പെട്ടതല്ലേ സാർ? അങ്ങനെ യെസ്, കുവൈറ്റ്, യു എ എല്ലാം ഇന്റർനാഷണൽ മാർക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി 3 ഡിജിറ്റിന്റെ പഠിക്കാം. 3 ഡിജിറ്റും 1 ഡിജിറ്റ് കോമ്പിനേഷൻ. ഡിവൈസർ 1 ഡിജിറ്റ് ആയിരിക്കും, ഡിവിഡൻഡ് എന്തായിരിക്കും? 3 ഡിജിറ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഒരു 3 ഡിജിറ്റ് എഴുതാൻ പോവാണ്. 264 ഡിവിഷൻ 2. ഓക്കെ ആണോ? അസിയാദ് ഇപ്പൊ മാറൂടെ ഡൗട്ട് ആക്കാം. 3 ഡിജിറ്റ് എടുത്ത് ഇവിടെ എന്ത് ചെയ്ത് ഒരു 1 ഡിജിറ്റ് എടുത്തിട്ടാ. ഇനി നമുക്ക് എന്ത് ചെയ്യാടാ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാൻ പോവാ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാൻ പോവാ. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് എഴുതേണ്ടത്. ഡിവൈസർ ഏതാണോ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ എന്ത് ചെയ്ത് എഴുതേണ്ടത്. 2 × 1 is 2, 2 × 2 is 4, 2 × 3 is 6, 2 × 4 is 8, 2 × 5 is 10, 2 × 6 is 12. ഏകദേശം ഇത്രയും റേഞ്ചിലൊക്കെ മതി. ഓക്കെ, ഇനി ആദ്യം നമുക്ക് 1 ഡിജിറ്റ് വെച്ചിട്ട് എടുത്തു പോവാട്ടോ. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. യെസ്, ഉണ്ട്. എത്ര ടൈംസ് ആടാ? 1 ടൈം. ആ 1 കോഷ്യന്റ് ആക്കി എഴുതാ, ആൻസർ ഇവിടെ എഴുതാ. then 2 - 2 is 0. ഇനി അടുത്ത ഒരാൾ ആദ്യം ഇറക്കി എഴുതി നോക്കാം. 6 2ന്റെ ടേബിളിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഉണ്ട്. യെസ്, എത്ര ടൈംസ് ആടാ? 3 ടൈംസ് ആണ്. 3 ടൈംസ് 3 ഇവിടെ എഴുതാ, then 6 ഇവിടെ എഴുതാ, then 6 - 6 is 0. then അടുത്ത ആളെ നമ്മൾ എന്ത് ചെയ്യാ? എഴുതാ, താഴേക്ക് എഴുതാ. ദാറ്റ് ഈസ് 4 ആണ്. 4 2ന്റെ ടേബിളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഉണ്ട്. എത്ര ടൈംസ് ആടാ? 2 ടൈംസ് ആണ്. 2 ഇവിടെ എഴുതാ, 4 ഇവിടെ എഴുതാ. നമുക്ക് കിട്ടേ 0. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്യാം. ഓക്കെ ആണോ സർ? അഭിരാമി ആൻഡ് അഭിരാം ഓക്കെ ആണോ? യെസ്. ആലിം, ജോൺ തോമസ്, ഇഷാൻ, ഫൈക്ക്, ആഷിഫ്, യെസ്, എല്ലാവരും ഓക്കെ ആണെന്നാണല്ലേ സാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാളെ വിളിക്കാം. ഇഷാൻ രാമ ഇതിവിടെ. ആ, ഹലോ ഇഷാൻ. Hello ma'am. യെസ്, ഗുഡ് ഈവനിങ്. Good evening ma'am. സുഖാണോ? സുഖാണോ? ആണ്. ഇന്ന് എന്തായിരുന്നു പരിപാടി?
അങ്ങനെയൊന്നുമില്ല. യെസ്, എക്സാമിന് വേണ്ടി പഠിച്ചാ? അതെന്താ പഠിക്കാതെ? എവിടെ മമ്മിയോടെ ചോദിക്കട്ടെ, അതെന്താ പഠിക്കാത്തെന്ന് ചോദിക്കട്ടെ. പഠിച്ചാ? എന്താണ്? അത് 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 നമ്മളുടെ വിന്നേഴ്സിലില്ല. പഠിക്കോ നാളെ തുടങ്ങി? മാർക്കല്ല, നമ്മ ഇത്തിരി എഫേർട്ട് ഇടല്ലേ. ലാസ്റ്റ് ആവുമ്പോ എല്ലാം കൂടെ പഠിക്കാൻ പറ്റുമോ? ഇഷ പഠിക്കൂലേ? ആ അതാണ്. ഓക്കെ, നാളത്തെ ഇത് ലോങ് ഡിവിഷൻ അടുത്ത മാത്സിന്റെ ക്ലാസ്സിൽ പഠിക്കോ? ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ്, സിമ്പിൾ ആണ്, പറ്റൂലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആരോ സാർ ഒന്നും കൂടെ പറഞ്ഞുതരോന്ന് ചോദിച്ചല്ലേ. എടാ, ഇത് നമ്മൾ ചെയ്യണ സമയത്ത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഓരോരോ ഡിജിറ്റ് എടുക്കാം. നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓരോരോ ഡിജിറ്റ് ഇറക്കാം. ആദ്യം 2നെ ഫോക്കസ് ചെയ്തു. 2ന്റെ ടേബിളിൽ ഉണ്ടോ നോക്കാം. ഉണ്ട്. എത്ര ടൈംസ്? 1 ടൈം. ടൈംസ് ആണ് കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത്. ആൻസർ ഇവിടെ എഴുതാം. ദെൻ 2 - 2 എന്താടാ? 0 ആണ്. ദെൻ ഈ 6 ഇറക്കി എഴുതാലോ എഴുതാം. 6 2ന്റെ ടേബിളിൽ ഉണ്ടോ നോക്കാം. ഉണ്ടാ? എത്ര ടൈംസ് ആണ്? 3. ആ 3 ടൈംസ് അല്ലേ നമുക്ക് കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത്? 3 എഴുതാം. 6 - 6 0. നെക്സ്റ്റ് എന്ത് ചെയ്യാ? 4 ഇറക്കി എഴുതാം. 4 ഇറക്കി എഴുതുന്ന സമയത്ത് 4 2ന്റെ ടേബിളിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യാ? ചെക്ക് ചെയ്യാം. എത്ര ടൈംസ് ആണ്? 4? 2 ടൈംസ്. 2 ഇവിടെ എഴുതാണ്ട് 4 ഇവിടെ എഴുതാലോ. ദെൻ 4 - 4 0. അങ്ങനെയാണ് സാറേ. ഒരാളെ വിളിച്ചോടാ. ആര്? ക്രിസിൽ. ഹലോ ക്രിസിൽ. ഹലോ, കേക്കണില്ലല്ലോ സാർ ക്രിസിലിനെ. ക്രിസിലൊന്നും പറയണില്ലെന്നാണ് സാർ പറയണത്. ആ ഹലോ, നമുക്കിതൊന്ന് സോൾവ് ചെയ്താലോ? സിമ്പിൾ ആണ്. 2ന്റെ ഡിവിഷനിൽ തന്നെ ചെയ്യാനാണ്. ഇവിടെ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം 7 എടുക്കാം. 7 2ൽ എത്ര ടൈംസ് പോകും? 7 പോകോ? ഇല്ല. അപ്പൊ 7ന് താഴെയുള്ള ആളാരാണ്? 6 എത്ര ടൈംസ് പോകും? 3 ടൈംസ്. ദെൻ 6 ഇവിടെ പ്ലേസ് ചെയ്യാലോ. Then 7 - 6 is 1. 1 2ല് പോകോ? അപ്പൊ നമുക്ക് അടുത്ത ആളെ ഇറക്കാലോ. പോയില്ലേ? നമ്മ അടുത്ത ആൾക്കാരെ ഇറക്കി കളിക്കണം. 2 12 പോകോ? 2ല് 12 പോകോ? പോകും. എത്ര ടൈംസ് പോകും? യെസ്, 6 ടൈംസ്. 6 കോഷ്യന്റ് ആയിട്ട് എഴുതാം. 12 ഇവിടെ എഴുതാലോ. ഓക്കെ, ദെൻ 12 - 12 is 0. ഇനി അടുത്ത ഒരാളെ കൂടെ ഇറക്കാനില്ലേ? ഇറക്കാലോ. യെസ്, ആമിന. ഓക്കെ, 8 ഇവിടെ എഴുതി. 8 എത്ര ടൈംസ് പോകും? 2ല് 4 ടൈംസ് പോകും. ദെൻ 8 ഇവിടെ എഴുതാം. 8 - 8 is അപ്പൊ 728 ഡിവിഷൻ 2 എത്രയാടാ? 364. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, 7 കഴിഞ്ഞിട്ട് പോയിന്റ് വേണ്ടേ? എടാ 0 ആണ്. ആൻസർ 0 ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഓരോ നമ്പർ എടുത്ത് പോകോ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ സാർ? എല്ലാവർക്കും ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 4 ഡിജിറ്റും കൂടെ ചെയ്തിട്ട് ബ്രേക്കിലേക്ക് പോവാം. നെക്സ്റ്റ് 4 ഡിജിറ്റ് ആണ്. അപ്പൊ ഹോംവർക്ക് വേണ്ടേ? ഹോംവർക്ക് എല്ലാവരും പിടിച്ചോ. ഹോംവർക്ക് 528 ഡിവിഷൻ 4. 528 ഡിവിഷൻ 4. ഇതൊരെണ്ണം കൂടി ചെയ്ത് കാണിക്കണം എന്നുള്ളവരൊന്ന് കഴിച്ചു. ഇത് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കാണിക്കണം എന്നുള്ളവര് സാർ ആരെങ്കിലും ഉണ്ടോ? ഒരു 2-3 നേരൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കാണിക്കാം.
ഇത് ഞാൻ ഹോംവർക്ക് വേണ്ടി ഇത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇതുണ്ട്. സാറേ കൈവിഷ് ഒരാളൊന്ന് വിളിച്ചേ. ആ നമുക്ക് ഒരുമിച്ച് ചെയ്യാനാണ്, ഒരാൾ വേണം. എടാ ഒന്നും കൂടെ ഒന്ന് കൈവിഷേ. യെസ്, അഭിനവ്, സൂരജ്, കുറെ പേരെ കൈവിഷുണ്ടല്ലോ. ആരാണ്? റെയ്ഹാൻ. യെസ് യെസ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ ആടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ടുണ്ട്. ഡിവൈസർ ഏതാണോ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ എഴുതണ്ടേ? എഴുതി. ഇനി ആദ്യം നമുക്ക് ഫസ്റ്റ് ആൾ എടുക്കാം. ഫസ്റ്റ് ആൾ ആരാണ്? 5 4ന്റെ ടേബിളിൽ പോണുണ്ടോ? ഇല്ല. അപ്പൊ അതിൽ താഴെ ഒരാൾ എടുക്കണ്ടേ? ഞാൻ താഴെ ആരാളെ? 4. എത്ര ടൈംസ് ആണെന്നുള്ളതല്ലേ കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത്? എത്ര ടൈംസാ? 1 ടൈം. ആൻസർ എന്താണ് അതിന്റെ? 4 എഴുതി. ഇനി 5 - 4 എത്രയാണ്? 1. 1 4ൽ പോകോ? അപ്പൊ ആരെ ഇറക്കണം? ഞാൻ ഇറക്കിക്കോട്ടെ. ഇറക്കി. 12 4ന്റെ ടേബിളിൽ പോകോ? പോകും. എത്ര ടൈംസ്? 3 ടൈംസ്. 3 അല്ലേ കോഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത്? 12 എഴുതി. മൈനസ്, ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോ ഇനി 8നെ ഞാൻ താഴേക്ക് ഇറക്കാലോ. ഇറക്കി. ഇനി വേറെ ആരും ഇല്ല ഇറക്കാൻ. 8നെ ഇറക്കി. 8 എത്ര ടൈംസ് പോവും? 2 ടൈംസ്. കോഷ്യന്റ് ആയിട്ട് 2 എഴുതാലോ. Then 8 - 8 is 0. Perfect. Okay. ഇപ്പൊ ഓക്കെ ആയെങ്കിൽ അഭിനവ്, സൂരജ് ഇപ്പൊ ഓക്കെ ആയെങ്കിൽ ഒന്ന് കൈവിഷേ. ഓക്കെ അല്ലേ സാർ എല്ലാവർക്കും? ഇത്രയുള്ള അങ്ങനെയാണ് ഹോംവർക്ക്. പിടിച്ചോ. 621 ഡിവിഷൻ 3. 621 ഡിവിഷൻ 3 ഹോംവർക്ക് ആണ്. 621 ഡിവിഷൻ 3 കേട്ടോ. ഓക്കെ, അങ്ങനെയാണ്. നമുക്ക് 4ന്റെ കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. 4ന്റെ ഇതുപോലെ തന്നെ ഓരോ നമ്പേഴ്സ് ജസ്റ്റ് ഇറക്കാം. വേറെ ഒരു പണിയുമില്ല കേട്ടോ. ജസ്റ്റ് ഓരോ നമ്പേഴ്സ് ഇറക്കാം. ഓക്കെ, ഇനി അടുത്ത 4 ഡിജിറ്റ് ഹെഡിങ് കൊടുക്കാം. 4 ഡിജിറ്റ് 3 ഡിജിറ്റ് പോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. 4 ഡിജിറ്റ് അത്ര ടാസ്ക് ഒന്നുമല്ല കേട്ടോ. ഒരു ലോങ് വേയിലേക്ക് പോകുമെങ്കിലും പക്ഷെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. ഞാനൊരു 4 ഡിജിറ്റ് ചെയ്താൽ പോണെയാണ്. 2684. ഇതിനെ ഞാൻ 2ൽ ഡിവിഷൻ ചെയ്യാൻ പോണേ കേട്ടോ. ശ്രദ്ധിച്ചിരുന്നു? ആദ്യം ഞാൻ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം. യൂഷ്വൽ എല്ലാത്തിലും എഴുതണോ അല്ലേ? 2 × 1 is 2, 2 × 2 is 4, 2 × 3 is 6, 2 × 4 is 8, 2 × 5 is 10. ഇത്ര മതി. ഇനി ആദ്യം നോക്കട്ടോ. 2ന്റെ ടേബിളിൽ പോകുമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. പോകും. എത്ര ടൈംസ് പോകും? 1 ടൈം. അത് കോഷ്യന്റ് ആയിട്ട് എഴുതാം. ആൻസർ 2 ഇവിടെ എഴുതാം. Then 2 - 2 എല്ലാവർക്കും അറിയാലോ എത്രയാണ്? 0 ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത ആൾ ഇറക്കി എഴുതാ. 6 2ൽ പോകില്ലേ നോക്കാം. പോകൂലേ? എത്ര ടൈംസ് പോകും? 3 ടൈംസ് പോകും. 3 കോഷ്യന്റ് ആയിട്ട് എഴുതാ, 6 ആൻസർ ആയിട്ട് എഴുതാ. 6 - 6 is 0. ഇനി നെക്സ്റ്റ് ആൾ എടുക്കുക. 8 2ൽ പോകും. എത്ര ടൈംസ് പോകും? 4 ടൈംസ്. 4 കോഷ്യന്റ് ആയിട്ട് എഴുതാ, 8 ഇറക്കി എഴുതാ. Then 8 - 8 is 0. 4 എന്ത് ചെയ്യാ?
ഇനി അടുത്ത ലാസ്റ്റ് ഒരാളുള്ളൂ, അയാൾ ഇറക്കി എഴുതാം. ഓക്കെ ആണല്ലോ. 4 എത്ര ടൈംസ് പോകുന്നു നോക്കാം. 4 എന്തായാലും പോകും. എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും. 2 ഇവിടെ എഴുതാ, 4 ഇവിടെ എഴുതാ. 4 - 4 = 0. ഇവിടെ എഴുതേണ്ടതെല്ലാം ഈ ആൻസറിന്റെ ഭാഗത്തുള്ളതാണ് കേട്ടോ. ഇവിടെ എഴുതേണ്ടതെല്ലാം ആൻസറിന്റെ ഭാഗത്തുള്ളത്. ഇവിടെ എഴുതേണ്ടതെല്ലാം ടൈംസ്. അതൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഇത് ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിഷയം, ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിഷയം. സാർ എല്ലാവർക്കും ഓക്കെ ആണോ? 1 3 4 2 ഡിവൈഡഡ് അല്ല സോറി, ഇതെന്തിന്റെ ആൻസർ ആണ്? 2 6 8 4 ഡിവൈഡഡ് ബൈ 2ന്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെ വേണമല്ലോ സർ. ആരാണ്? നയന. യെസ്, ഹലോ ഹലോ ഹായ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലാടാ. ഞാൻ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ എഴുതേണ്ടത്? ഞാൻ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ എഴുതേണ്ടത്? അതെ. ഓക്കെ, ഞാനിപ്പോൾ 4 × 5 വരെയാണ് എഴുതിയേക്കണത്. ഇനി വേണമെങ്കിൽ നമുക്ക് അപ്പം എഴുതാം അല്ലേ? ഇനി ആദ്യം 1 നോക്കാം. 1 4ൽ പോകുമോ? ഇല്ല. അപ്പൊ നമുക്ക് 2 ആളെടുത്ത് നോക്കാം. 19 പോകുമോ? 19 പോകൂല. അപ്പൊ നമുക്ക് 19 താഴെയുള്ള ഒരാളെ വേണ്ടേ? അതാരാണ്? 4 4 സാർ 16. 16 എത്ര ടൈംസ് പോവും? 4 അല്ലേ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. 16 ആൻസർ ആയിട്ട് എഴുതണ്ടേ? ദെൻ ഇതിനെന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്ക, മൈനസ് ചെയ്യുമ്പോൾ 9 - 3 എത്രയാടാ? 3. ഓക്കെ അല്ലേ? ഇനി 3 4ൽ പോകോ? അപ്പൊ ഈ 2നെ ഇറക്കാല. 32 4ൽ പോകോ? പോകോ? 4 × 8 എത്രയാണ്? യെസ്. അപ്പൊ എത്ര ടൈംസ് പോകും? 8 ടൈംസ്. അപ്പൊ ഞാൻ അതും എഴുതി. ഇനി 0 ഇറക്കാല. 0. 4 × 0 എത്രയാണ്? 0 അല്ലേ? ആണോ? അതെ. അപ്പൊ 0 4ൽ എത്ര ടൈംസ് പോവും? 0 ടൈംസ്. 0 - 0 = 0. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ആൻസർ ഇസ് 1920 divided by 4 is 480. പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയിട്ട് എഴുതാടാ. അപ്പൊ സാർ ഇവർക്ക് ഒരു ബ്രേക്കിനുള്ള ടൈം ആയില്ലേ? എല്ലാരും ഇങ്ങനെ ഫെഡപ്പായി തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാ മക്കളും ഒന്ന് ബ്രേക്ക് ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് എക്സാമിനുള്ള മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് 1 മിനിറ്റ് മുന്നേ വന്നിരിക്കണം കേട്ടോ. ബ്രേക്ക് കഴിയാൻ 1 മിനിറ്റ് മുന്നേ എന്ത് ചെയ്യണം? എല്ലാവരും വന്നിരിക്കുക. സാറ് ഇവിടെ കാർട്ടൂണൊക്കെ ഇട്ടുതരും. നിങ്ങൾക്ക് വേണ്ടി ഇൻട്രസ്റ്റിംഗ് കാർട്ടൂൺസ് ഒക്കെ സാറ് വെച്ചിട്ടുണ്ട്, സെറ്റാക്കി. മിനിയൻസിനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വേഗം വരാട്ടാ. ബൈ. യെസ്, വെൽക്കം ബാക്ക്. യെസ്, ഹായ്. ഓക്കെ, അപ്പൊ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചോ? യെസ്, വാട്ടർ. ഓക്കെ, ഒന്നുമില്ല. എന്തെന്നാണ്? ഓക്കെ, എടാ എല്ലാവരും പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ അറേഞ്ച് ചെയ്യാം കേട്ടോ. യെസ്, പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ സാർ, ഒരാളെ വിളിച്ചേ. ആലിയ ഫാത്തിമ. നോ, ഇറ്റ്സ് ആര്യ ഫാത്തിമ. യാ, ദാറ്റ് ആര്യ. ഹായ് ആര്യ ഫാത്തിമ. ഹായ്. ഞാനൊരു ചോദ്യം ചെയ്യട്ടെ? ഈ എല്ലാ സമയത്ത് ചോദ്യമാണല്ലോ എന്നൊക്കെ. ഓക്കെ, ആര്യക്ക് അല്ല ആര്യാന്ന് സോറി ആലിയക്ക് വിന്നേഴ്സിലെ ബേസിക് ക്ലാസ് ഇഷ്ടമായ? കുറെ ഇഷ്ടമായ? യൂസ്ഫുൾ ആയ? യെസ്.
അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് റിവ്യൂ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ആര്യക്ക് ടൈം വേണം തോന്നുന്നു സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ സാർ ഇതിലേ ഈ സ്പീച്ച് പ്രസംഗം അങ്ങനെയൊക്കെ പറയണ ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കിയേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇങ്ങനെ സ്പീച്ച് ഒക്കെ പറയാറുള്ളവര് ആരുമില്ലേ സാർ? കവിത പോയട്രി ഒക്കെ പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കവിത പോയട്രി ഒക്കെ പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാട്ടാ. ആരാണ് സാർ? ജാന മറിയം. ജാന വിളിക്കുന്ന പ്രതീക്ഷ അല്ല റൈസ് ഹാൻഡ് ചെയ്തത്. ജവാന. യെസ്, ഞങ്ങൾക്ക് എന്താണ്? ഓക്കെ, സ്പീച്ച്. ഞാനൊരു സ്പീച്ച് ചെയ്യട്ടെ. ഞാൻ ടോപ്പിക് തന്നോ വേണ്ടല്ല, ഉള്ളവർ അറിയാവുന്ന ടോപ്പിക്കിൽ ചെയ്തോ. നീ ഏത് വേണമെങ്കിലും, നമുക്ക് അങ്ങനെ ജാതി മതമൊന്നുമില്ലല്ലേ സാറേ, എല്ലാം ഇവിടെ പോകും. ഓക്കെ, യു ക്യാൻ. ദേവാനന്ദിനെ ഒന്ന് നോക്കി വെച്ചേക്കട്ടോ സാറേ. ദേവാനന്ദ്. ഓക്കെ, ഒരു 4 ഡിജിറ്റിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ സാർ, ഒരാളെയും വേണം കേട്ടോ, നമുക്ക് ഒരാളെയും വേണം. ഹരിനന്ദ്. ഹലോ ഹരിനന്ദ്. ദേവാനന്ദ് റെഡി ആയിട്ട് നിൽക്കണം, നമുക്ക് ദേവാനന്ദിന് ഇപ്പൊ തന്നെ വിളിക്കണം. ഹരിനന്ദ്. ഹായ്. എടാ, ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്താലോ? ഏതിന്റെ മൾട്ടിപ്ലാണ് ഞാൻ എഴുതേണ്ടത് ഇവിടെ? 2. യെസ്, 2 × 1 is 2, 2 × 2 is 4, 2 × 3 is 6, 2 × 4 is 8, 2 × 5 is 10. ഇത്രയും പോരെ? മതി. ഇനി ആദ്യം ഫസ്റ്റ് ഒരാൾ എടുക്കാലോ. 2 × 2 4. യെസ്, 4 പോകും. എത്ര ടൈംസ് പോകും? 2 ടൈംസ്. ആ 2നെ ഞാൻ ക്വസ്റ്റ്യൻ ആക്കി എഴുതാം. ആൻസർ 4 ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ? Then 4 - 4 is 0. നെക്സ്റ്റ് ആളെ ഞാൻ എടുക്കാലോ. 6 എത്ര ടൈംസ് പോകും? 3. യെസ്, വെരി ഗുഡ്. 3 ടൈംസ് പോകും. 3 ക്വസ്റ്റ്യൻ ആക്കി എഴുതാം. ആൻസർ 6 ഇവിടെ എഴുതാം. 6 - 6 0. അടുത്ത ആളെ ഇറക്കാലോ. 8 എത്ര ടൈംസ് പോകും? 4 times. 4 times. Then 8 നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. 8 - 8 is 0. നെക്സ്റ്റ് നമുക്ക് 2 ഇറക്കി ചെയ്താലോ. 2 എത്ര ടൈംസ് പോകും? 1 ടൈം പോകും. 2 തന്നെ 2 - 2 is 0. അപ്പൊ 4 6 8 2 divided by 2 is 2 3 4 1. പെർഫെക്റ്റ് അല്ലേ? യെസ്, മിടുക്കൻ. ഓക്കെ സാർ, അങ്ങനെയാണ് ദേവാനന്ദിന്. യെസ്, ദേവാനന്ദിന് ഒരു ഇതുണ്ടല്ലേ സാർ ഇവിടെ. വിന്നേഴ്സ് ആയിട്ട് വേറൊരു കണക്ഷനും കൂടെ ഉണ്ട് ദേവാനന്ദിന്. പറയണോ? എന്റെ അമ്മ അവിടുത്തെ ശരണ്യ ടീച്ചറാ. യെസ്, ശരണ്യ ചേച്ചി, അതായത് ശരണ്യ ടീച്ചറിന്റെ പുത്രൻ ദേവാനന്ദ് കാർത്തിക്. യെസ്, കറക്റ്റ് ശരണ്യ ചേച്ചിയുടെ പോലെ, മിനി ശരണ്യ പോലെ ഇരിക്കണം. ഓക്കെ, എന്താണ് സുഖമാണോ? ഇത്രയും നാള് ഹാൻഡ് റൈസിലൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ പൊക്കാറുള്ളൂ. ഇടക്ക് അതെന്തത്? എപ്പോഴും പൊക്കണ്ടേ? എന്നാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഡിവിഷൻ സെറ്റ് ആണോ? ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. യെസ്, കറക്റ്റ് മിനീഷ. എനിക്ക് ശരണ്യ ചേച്ചിയോട് സംസാരിക്കണം. ചിരിയൊക്കെ കറക്റ്റ് പക്കാക്കും. ഓക്കെ, ബൈ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാരും ഒന്ന് തലാട്ടിയെ. അങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട് ജോവാന നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പീച്ച് പറയാൻ നിൽക്കണ്ടല്ലേ സാർ? യെസ്, ബാക്ക് ടു ജോവാന. യെസ്, ജോവാനെ കാണിച്ചോട്ടെ സാർ? കാണിക്കാൻ പറ്റൂലേ? കാണിക്കണ്ട. ഓക്കെ, കാണിക്കില്ല. ഓക്കെ, പറഞ്ഞോ.
ക്രിസ്ത്യൻസിന്റെ സ്പീച്ച് ആട്ടോ. ഞാൻ ഓൾറെഡി ഒരു മത്സരത്തിന് പഠിച്ചൊരു ആടാ അങ്ങനെ ഒന്നും കുഴപ്പമില്ല, നീ പറഞ്ഞോ, പേടിക്കണ്ട, ആരൊന്നും പറയൂല. ടൈം ആയില്ലേ? എല്ലാരും ഞാൻ കൂളാക്കിയല്ലേ സാറേ? കൂളാക്കിയിട്ടാണ് ഞാൻ എല്ലാരും എക്സാമിലേക്ക് വിളിക്കണത്. അപ്പൊ ഇത് എക്സാം ടൈമാണ്. ബാക്കി എല്ലാ ബുക്സും ക്ലോസ് ചെയ്യുക. പാരന്റ്സിനെ വിളിച്ചിട്ട് വേഗം വരാടാടാ.